ഹായ് ഓൾ, എല്ലാവർക്കും ലൈഫ് ആൻഡ് പ്ലഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ റെസിപ്പിയൊന്നും അല്ല കേട്ടോ. നമ്മുടെ ഏഷ്യൻ കുസിൻസിലൊക്കെ മെയിനായിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു റെസിപ്പിയാണ് ഹണി ബാർബിക്യൂ ഷോർട്ട് റിബ്സ്. അതെല്ലാവർക്കും തന്നെ ഇഷ്ടമുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ അത് നമുക്ക് വീട്ടിലെങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഞാനിവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്ന രീതിയിൽ നിന്നൊക്കെ മാറി ഇതുപോലെയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കും അതുപോലെ വീട്ടിലുള്ള വലിയ ആൾക്കാർക്കും ഒക്കെ ഇതെന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ പോർക്കിൻ്റെ ഷോർട്ട് റിബ്സ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തതാണ്. അതിൻ്റെ മീറ്റ് കൂടുതലുള്ള ആ ഒരു റിബ്സാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഞാനൊരു കുറച്ച് ഉപ്പാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഉപ്പ് ഒത്തിരി ഒന്നും ചേർക്കേണ്ട, കാരണം നമുക്ക് സോസൊക്കെ ചേർക്കുമ്പോൾ ഉപ്പൊക്കെ അതിൽ തന്നെ ഉള്ളത് കൊണ്ട് അതും കൂടെ വരും. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ കുരുമുളക് പൊടിയും ഉപ്പും ഷോർട്ട് റിബ്സും കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് തിരുമ്മി യോജിപ്പിച്ച് എടുത്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഈ റിബ്സൊക്കെ നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇനി ആ റിബ്സൊക്കെ നമ്മൾ ഉപ്പൊക്കെ തിരുമ്മി മാറ്റി വെച്ചു. ഇനിയിപ്പോൾ നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒലിവ് ഓയിൽ ഒന്ന് ചൂടായി വരുമ്പം നമുക്ക് ഈ റിബ്സ് ഓരോന്നായിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പം നന്നായിട്ടങ്ങ് വറുത്തെടുക്കണ്ട, ഇത് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുത്താൽ മതി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇതുപോലെ ഒന്ന് മാറ്റി വയ്ക്കുക. അപ്പോൾ റിബ്സ് ഒന്ന് ചൂടായ ശേഷം അതിലേക്ക് നമുക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ വറ്റൽ മുളക് ഒന്ന് ക്രഷ് ചെയ്ത് പൊടിച്ചെടുത്തതാണ്. അതൊരു 1/4 ടീസ്പൂൺ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് എല്ലാ സൈഡും നമുക്കൊന്ന് ഫ്രൈ ആകുന്നവരെ ഒന്ന് ചെയ്തെടുക്കാം കേട്ടോ. ഒത്തിരി അങ്ങ് ഫ്രൈ ആക്കി അങ്ങ് കരിച്ച് കളയാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണേ. അപ്പോൾ ഇത് കണ്ടോ, ഇത് ഞാൻ ഇടയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ മതി. ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനിയിപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്കുള്ള സോസ് ഒന്ന് തയ്യാറാക്കി എടുക്കണം. അപ്പം ആ സമയത്തും ഈ റിബ്സ് ഇവിടെ ഒന്ന് ഇരുന്ന് വേവട്ടെ. അപ്പോൾ ആ സമയം കൊണ്ട് നമുക്ക് സോസ് റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പൈനാപ്പിൾ ജ്യൂസാണ് എടുത്തേക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഫ്രഷ് പൈനാപ്പിളിൻ്റെ ജ്യൂസാണ്. വെള്ളമൊന്നും ചേർക്കാതെ ജ്യൂസറിലിട്ട് അടിച്ചെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒരു 1/2 കപ്പ് ചേർത്ത് എടുക്കാം. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഹോട്ട് ആൻഡ് സോർ ചില്ലി സോസാണ് ചേർത്തേക്കുന്നത്. നമ്മുടെ മാഗിയുടെ ഹോട്ട് ആൻഡ് സോർ ചില്ലി സോസ് ഇല്ലേ, അത് തന്നെയാണ് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്നത്. 3 ടേബിൾ സ്പൂണൊക്കെ നമുക്ക് ചേർക്കാം. എരിവ് ഒത്തിരി ഇഷ്ടമുള്ളവരാണെങ്കിൽ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വരെയൊക്കെ ചേർക്കാം. ഇനിയിപ്പോൾ ഇത് സോസ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മുടെ റിബ്സിൻ്റെ കാര്യം മറന്നു പോകരുത്. അതൊന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. ഇനിയിപ്പോൾ സോസിലേക്ക് ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ബ്രൗൺ ഷുഗറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. വൈറ്റ് ഷുഗർ ആയാലും മതി. ഇപ്പോൾ ബ്രൗൺ ചേർത്തേക്കുന്നത് ആ റിബ്സിനൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി അതിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് ബാർബിക്യൂ സോസും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ സോസൊക്കെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് മേടിച്ച് വെച്ചാൽ മതി. ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ചിക്കൻ സ്റ്റോക്കാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഈ മാഗിയുടെ ആ ക്യൂബിൽ ഒരെണ്ണം മാത്രമാണ് എടുത്തേക്കുന്നത്. ഇത്ര മതി. അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണമെന്ന്. കാരണം ഇപ്പോൾ സോയാ സോസിലും ഉപ്പുണ്ട്, ഈ മാഗി ക്യൂബ്സിലും ഉപ്പുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞത്. അതുപോലെ ഒരു 1/2 നാരങ്ങയും കൂടെ ചേർത്ത് ഞാൻ ഈ സോസ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുകയാണ്. നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. മാഗി ക്യൂബ്സൊക്കെ ഇതിൻ്റെ അകത്ത് അലിഞ്ഞ് ചേരത്തക്ക രീതിയിൽ വേണം നമ്മളിത് ഇളക്കി യോജിപ്പിച്ചെടുക്കാൻ. അപ്പം ഇനി ആ സോസ് റെഡിയായത് നമുക്ക് ഈ റിബ്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ സ്റ്റൗ ഒത്തിരി തീയിൽ അങ്ങ് ഇടരുത്. നമുക്കൊരു മീഡിയം തീയിൽ മതി. എന്നിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേട്ടോ. അല്ലെങ്കിൽ റിബ്സ് ഈവൻ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴും സ്റ്റൗവിൽ തീ ഒരു മീഡിയത്തിലായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഇനി സോസൊക്കെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം ഇത് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ കുക്കറിലൊന്നും വേവിക്കാത്തതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കും. ഒരു 3/4 മണിക്കൂറൊക്കെ എനിക്ക് എടുത്തു. അപ്പോൾ ഇത് മൂടി വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്ത് വേണം നമ്മളിത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടോ, ഇത് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം കേട്ടോ.
എപ്പോഴും നമ്മൾ പോർക്കൊക്കെ അല്ലെങ്കിൽ ബീഫൊക്കെ ചെയ്യുന്നതെന്ന് മാറി ഇതുപോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അതുപോലെ തന്നെ ഇത് വളരെ എളുപ്പമാണ് നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ട്. ഇത് കണ്ടോ, അത്യാവശ്യം സോസൊക്കെ ഈ റിബ്ബെ പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ഒരു 1/4 ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടെ നമുക്കിതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുക്കണേ. അതുപോലെ തന്നെ നമുക്കിതിൻ്റെ അകത്തേക്ക് ഒരു ഒണിയൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് സ്പ്രിംഗ് ഒണിയൻ കട്ട് ചെയ്തതാണ് ഞാൻ ചേർക്കുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് സവോള അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഒരു ഫ്ലേവർ തരും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ഒണിയൻ ഫ്ലേക്സും റിബ്സും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പം നമുക്ക് ഇത് ഒരു 3/4 വേവൊക്കെ ആയിട്ടുണ്ടല്ലോ. ഇനിയിപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ ഒക്കെ മതിയായിരിക്കും അത് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതിൻ്റെ അകത്തേക്ക് വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു അതൊരു 1/4 ടീസ്പൂൺ വിനാഗിരിയെ ചേർത്തിട്ടുള്ളൂ. കാരണം നമുക്ക് ഓൾറെഡി നാരങ്ങാനീര് ചേർത്താണ്, പൈനാപ്പിൾ ചേർത്താണ്. അപ്പോൾ ഒത്തിരി പുളിയൊന്നും വേണ്ട. അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് നമുക്ക് ചേർക്കാം. ഇതുണ്ട്, എണ്ണയൊക്കെ നമ്മുടെ ഇതിൻ്റെ അകത്ത് നിന്ന് വിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സോസൊക്കെ നന്നായിട്ട് പിടിക്കുന്നുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പരുവം വരിക. നമ്മൾ ലാസ്റ്റ് വാങ്ങുമ്പം ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് സോസൊക്കെ പിടിച്ച് വരണം. ഇനിയിപ്പോൾ ഫൈനൽ സ്റ്റേജിൽ നമുക്ക് ഹണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഹണിയാണ് ചേർക്കുന്നത്. അത് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഈ റിബ്സിൽ എല്ലായിടത്തും ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇത് ഒന്ന് തീ കൂട്ടിയിട്ട് ഇതെല്ലാം ഒന്ന് നമുക്ക് ഒന്നും കൂടെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ സോസൊക്കെ ഈ റിബ്ബയിലൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, എണ്ണ മാത്രമേ ഉള്ളൂ പാനിൽ. അപ്പോൾ ഇതാണിത് ശരിക്കും നമ്മൾ അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കേണ്ട ആ ഒരു പരുവം. അപ്പോൾ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റിബ്ബാണ് കേട്ടോ. അതുപോലെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമുക്ക് ആ ഒരു പോർക്കിൻ്റെ മീറ്റിൻ്റെ ഉളുമ്പൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. നല്ല ടേസ്റ്റി ആയിട്ടാണ്. നമുക്ക് പുറത്ത് നല്ല ക്രിസ്പി ആയിട്ടും ഇരിക്കും, അകത്ത് നല്ല ജ്യൂസി ആയിട്ടും ഇരിക്കും. അപ്പം ഇതെല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ബാർബിക്യൂവിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് എല്ലാവർക്കും തന്നെ ഇത് ഇഷ്ടമാകും കേട്ടോ. അപ്പോൾ ആ ഒരു ചെറിയ പുളിയും മധുരവും എരിവും ഒക്കെ കൂടെ എല്ലാ ഫ്ലേവറും കൂടെ ഒന്നിച്ച് ഒരു ബാർബിക്യൂവിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം വെറൈറ്റി ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പം നിങ്ങൾ ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.